ഹായ്, 11th കഴിഞ്ഞ് 12th പ്രവേശിച്ചിരിക്കുന്ന CBSE സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ പിന്നാലെ അനന്ത് സാറും ഒരു കിടിലൻ പ്ലാനുമായി നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. +1 സകലമാന പ്ലാനും തെറ്റിപ്പോയെന്നും 11th വേസ്റ്റ് ആയി പോയി, ഇനി 12th എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ആലോചനകളിലാവും നിങ്ങളിൽ പലരുമെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ടെൻഷനും വേണ്ട, ഒറ്റ വർഷം കൊണ്ട് ഗംഭീരമായി പഠിച്ച് നമ്മൾ നീറ്റ് എക്സാമിനേഷനും JEE എക്സാമിനേഷനും ക്രാക്ക് ചെയ്യും എന്ന് നിങ്ങളോട് പറയാനും, അത് ചുമ്മാ പറഞ്ഞങ്ങ് പോയാൽ പോരാ, എങ്ങനെ പഠിച്ചാലാണ്, ഒരു വർഷത്തെ എങ്ങനെ വിനിയോഗിച്ചാലാണ് നിങ്ങൾക്ക് നീറ്റും JEEയും പോലുള്ള വലിയ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനാവുക എന്ന ബോധ്യം ഉണ്ടാക്കി തരാനാണ്, അതിനുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് Xylem ലേണിംഗ് ആപ്പ് ഇപ്പോൾ ഈ വീഡിയോയുമായി നിങ്ങളെ കാണാൻ വരുന്നത്. ഈ സ്റ്റഡി പ്ലാനിലൂടെ കൃത്യമായി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ 2023 നിങ്ങളുടെ വർഷമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ ഹോളിഡേയ്സ് എന്നും റെഗുലർ ഡേയ്സ് എന്നും കൃത്യമായി സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ദിവസവും എത്ര നേരം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷന് വേണ്ടി, വീഡിയോ ക്ലാസ്സിന് വേണ്ടി, ക്വസ്റ്റ്യൻ ബാങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ഒക്കെ നീക്കി വെക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സ്റ്റഡി പ്ലാൻ ആണ്. അങ്ങനെ നിങ്ങൾ കടന്നുപോയാൽ എത്രമാത്രം MCQs നിങ്ങൾ കവർ ചെയ്യും, എത്രമാത്രം തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് അനന്ത് സാർ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. കൂടെ ഒരു കാര്യം കൂടെ പറയണം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന, നിങ്ങൾ കവർ ചെയ്തില്ല എന്ന് വിചാരിക്കുന്ന 11th ടോപ്പിക് ഉണ്ട്. ഇനിയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന 11th ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്കുകൾ മുഴുവൻ പാരലായി റിവൈസ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ കൂടിയാണ് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അത് സ്വയം റിവൈസ് ചെയ്യണമെന്നൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു പോവുകയല്ല Xylem ലേണിംഗ് ആപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കത് റിവൈസ് ചെയ്യാവുന്ന രൂപത്തിൽ 11th ടോപ്പിക്കുകൾ മുഴുവനും ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് മാറ്റി 11th എല്ലാ കോൺസെപ്റ്റുകളെയും എല്ലാ ചാപ്റ്ററുകളെയും 2-2.5 മണിക്കൂർ മാത്രം ദൈർഘ്യം വരുന്ന വീഡിയോകളാക്കി മാറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടെ ഈ അക്കാഡമിക് ഇയറിൽ Xylem ലേണിംഗ് ആപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടെ ഞാൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞു വെക്കുകയാണ്. സോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കേൾക്കുക. ഈ സ്റ്റഡി പ്ലാനിലൂടെ കടന്നുപോയാൽ 2023 നിങ്ങളുടെ ഇയർ ആക്കി മാറ്റാൻ കഴിയുമെന്ന കോൺഫിഡൻസ് നിങ്ങൾ സ്വയം ആർജിക്കുക. അനന്ത് സാർ സംസാരിച്ചതിന് ശേഷം എന്തുകൊണ്ട് Xylem ലേണിംഗ് ആപ്പ് ഇത് പറയുന്നു എന്ന കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ക്ലാസ് 12 സ്റ്റഡി പ്ലാനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് 2023 നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ബേസിക്കലി സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അതായത് എല്ലാവരും പറയുന്നത് +2 പഠിക്കുമ്പോൾ എൻട്രൻസ് പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്നവരാണ് പലരും. അങ്ങനെയല്ല, നിങ്ങൾക്ക് സമയമുണ്ട് എന്നത് കൃത്യമായ ഒരു കണക്കിലൂടെ കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ സ്റ്റഡി പ്ലാൻ കൊണ്ട് Xylem ലേണിംഗ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം 365 ദിവസമുണ്ട് അടുത്ത നീറ്റ് എക്സാം അല്ലെ JEE എക്സാമിനായിട്ട്. അതായത് ഒരു വർഷം നിങ്ങളുടെ കയ്യിലുണ്ട്. CBSE വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു വർഷമാണ് കയ്യിലുള്ളത്. ആ ഒരു വർഷത്തിന് അഥവാ 365 ദിവസത്തിനെ രണ്ടായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. അതായത് 300 ദിവസവും 365 ആയാലും ഈ 65 ദിവസത്തിന് എന്തുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ 65 ദിവസങ്ങൾ എന്ന് പറയുന്നത് 48 സൺഡേസ് ഉണ്ട്. അതിൽ ഏകദേശം 12ഓളം സെക്കൻഡ് സാറ്റർഡേസ് ഉണ്ട്. ഏകദേശം 5 മിനിമം പബ്ലിക് ഹോളിഡേസ്, അതിനേക്കാൾ കൂടുതൽ ഹോളിഡേസ് നിങ്ങൾക്ക് വരുമെങ്കിലും മിനിമം ഒരു 5 പബ്ലിക് ഹോളിഡേസ് എടുക്കാം. അങ്ങനെ ടോട്ടൽ 65 ദിവസവും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത, അല്ലെ? അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അതായത് 24 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുള്ള ദിവസങ്ങളാണ് അത്. അതിൽ നിങ്ങൾ ഉറങ്ങാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്തോ, നിങ്ങളുടെ ഹോംവർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തോ. എങ്കിലും 7 മണിക്കൂർ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഹോളിഡേയ്സ് നിങ്ങൾക്ക് എൻട്രൻസിന് വേണ്ടി മാറ്റി വെക്കാമെങ്കിൽ 7 × 65 ദിവസം, ദാറ്റ് മീൻസ് ഏകദേശം നിങ്ങൾക്ക് 455 മണിക്കൂർ, എക്സാക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 455 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻട്രൻസിന് വേണ്ടി മാറ്റി വെക്കാം മക്കളെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഈ 65 ദിവസം നിങ്ങൾക്ക് അത്രയും ക്രൂഷ്യലാണ്. ഈ 65 ഡേയ്സ് നിങ്ങൾക്ക് എൻട്രൻസിനായിട്ട് എന്ത് ചെയ്യാം, മാറ്റി വെച്ചാൽ 455 മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി കിട്ടുന്നത്. അപ്പോൾ 65 ദിവസം ക്ലിയർ ആണല്ലോ. അപ്പൊ 365 ദിവസത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക 455 മണിക്കൂറാണ്. ഓക്കെ അല്ലേ? സോ മണിക്കൂറുകൾ അങ്ങനെ അളന്ന് മുറിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, 2023 എൻട്രൻസ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ ബാക്കിയുള്ള 300 ദിവസം
ബാക്കിയുള്ള 300 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാം സ്കൂൾ കഴിഞ്ഞുള്ള ഈവനിങ് സമയവും മോർണിംഗ് ടൈമുമാണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഓരോ സബ്ജക്റ്റിനായിട്ട്, അതായത് നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഓരോ മണിക്കൂറും, JEE ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് മാത്സിന് ഓരോ മണിക്കൂറും, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് JEE ആസ്പിറൻസും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നീറ്റ് ആസ്പിറൻസും ഓരോ മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അല്ലാത്ത ഹോളിഡേ അല്ലാത്ത 300 ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അവധി അല്ലാത്ത നിങ്ങളുടെ 300 ദിവസത്തിൽ മിനിമം നിങ്ങൾ 3 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം എത്രയാണ് മക്കളെ? 300 × 3 900 മണിക്കൂർ. ഓക്കെ, സോ 900 ഹവേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് അല്ലാതെ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ 455 മണിക്കൂറുണ്ട്. ടോട്ടൽ എത്ര മണിക്കൂറാണ് നമുക്ക് പഠിക്കാൻ പറ്റുക എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി? എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ നോർമൽ പഠിത്തം തന്നെയാണ്. അത് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് അത്രത്തോളം ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം CBSE എക്സാമും എൻട്രൻസ് എക്സാമും NCERT ബേസ് തന്നെയാണ് കംപ്ലീറ്റ്ലി. ആൻഡ് NCERT അത്രത്തോളം കവർ ചെയ്യേണ്ട എക്സാമിനേഷൻ ആണ് രണ്ടും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ അത് ബോർഡ് എക്സാമിനെയും അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ്. സോ അതുകൊണ്ട് ടോട്ടൽ നമ്മുടെ ഈ 365 ഡേയ്സിൽ നിന്ന് നമുക്ക് കിട്ടുക, ഇവിടുന്ന് ഒരു 900 കിട്ടും, ഇവിടുന്ന് ഒരു 450 കിട്ടും. സോ ടോട്ടൽ മിനിമം ഞാൻ 450 എടുക്കുന്നു. ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്ന മണിക്കൂർ എന്ന് പറയുന്നത് 1350 ആണ്. ഈ 1350 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് 1000 and 350 എന്നാണ്. അപ്പൊ 1000 മണിക്കൂർ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു വർഷം നിങ്ങൾ സൈലത്തിനൊപ്പമാണെങ്കിൽ ഈ 1000 മണിക്കൂറിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാനുണ്ട്, നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സംശയങ്ങൾ ഡയറക്ട്ലി വോയിസ് ആയിട്ട് ചോദിക്കാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇന്റഗ്രേറ്റഡ് നമ്മുടെ ആപ്പിൽ തന്നെ അങ്ങനത്തെ ലൈവുകൾ ഉണ്ട്. ആ ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. അധ്യാപകൻ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അത്രത്തോളം ക്വസ്റ്റ്യൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള, അതായത് ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എന്തുണ്ട്? നിങ്ങൾക്ക് ക്യൂ ബാങ്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ട്. ദെൻ സബ്ജക്ട് വൈസ് ടെസ്റ്റ് ഉണ്ട്, മിനി ടെസ്റ്റ് ഉണ്ട്, ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബേസ്ഡ് എക്സാംസ് ഉണ്ട്. ദെൻ മിനി ടെസ്റ്റുകൾ ഉണ്ട്. ദെൻ ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ട്. ഗ്രാൻഡ് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പക്ക ഏതാണോ നീറ്റ് പാറ്റേൺ അല്ലെങ്കിൽ JEE പാറ്റേൺ തന്നെയുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഈ 1000 മണിക്കൂറിൽ ചെയ്യാൻ പോകുന്നത്. ബാക്കി 350 മണിക്കൂർ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഓൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? DPP നമ്മൾ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ആയിട്ടുള്ള ബുക്കുകൾ നമ്മുടെ വെൽക്കം കിറ്റിലൂടെ സെൻഡ് ചെയ്യുന്നതാണ്. സോ ഇത് രണ്ടും കൂടെ നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്ത് തന്നെ പഠിച്ചു പോവാം. അതായത് ഒരു മിനിമം നിങ്ങൾ 15 ക്വസ്റ്റ്യൻ ആണ് ഒരു മണിക്കൂറിൽ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഓൺ ആയിട്ട് എന്താണ്, ഒരു മണിക്കൂർ നിങ്ങൾ 15 ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. ബയോളജി ഒക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് 15 ഒന്നുമല്ല 50 വരെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും. സോ 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ടോട്ടൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യും? ബിക്കോസ് നിങ്ങൾക്കറിയാം മക്കളെ, എൻട്രൻസ് എക്സാമിനേഷന്റെ കീ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ കാണുന്ന അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ടൈമിൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 1350 മണിക്കൂറിൽ 1000 മണിക്കൂറിൽ ഏകദേശം ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് 15,000-ഓളം ക്വസ്റ്റ്യൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 350 മണിക്കൂർ നിങ്ങൾ ഒരു മണിക്കൂറിൽ 15 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താൽ നിങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്ന 5250 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ഏകദേശം നിങ്ങൾ ഇത് കൂട്ടി കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ 20,000 MCQ ആണ് അടുത്തൊരു വർഷം ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ 20,000 MCQ ഉണ്ടാവും നിങ്ങളുടെ JEEക്ക് വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ 90 ക്വസ്റ്റ്യൻസ് നിങ്ങൾ JEE കാണുന്ന നിങ്ങളുടെ 180 ക്വസ്റ്റ്യൻസ് നീറ്റിൽ നിങ്ങൾ ഉത്തരം ചെയ്യേണ്ട ഈ 2 ക്വസ്റ്റ്യനും അതിനകത്ത് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. ബിക്കോസ് ഇത്രയും ക്വസ്റ്റ്യൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടത് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചാൽ ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഒരു വർഷം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് നേരെ +2ൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും. സോ അതിനുവേണ്ടി ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വർഷം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു സംശയമാണ്,
+1 ക്ലാസ് എങ്ങനെ റിവൈസ് ചെയ്യുന്നു. അതിന് ഞങ്ങളുടെ കയ്യിൽ അവസരമുണ്ട്. ഞങ്ങൾ ഓരോ ചാപ്റ്ററിന് ഏകദേശം 2.5 hours ആയിട്ട് കണ്ടൻസ് ചെയ്ത ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീക്കിലി പ്രൊവൈഡ് ചെയ്യും. അതുവഴി നമ്മൾ +1 റിവൈസും ചെയ്യും, +2 ഫുൾ ലെങ്തിൽ എന്ത് ചെയ്യും, പഠിച്ചു പോവുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഫസ്റ്റ് ചാൻസിൽ തന്നെ നീറ്റ് 2023 അല്ലെങ്കിൽ JEE 2023 നിങ്ങൾ ഏത് ആസ്പിറന്റ് ആയാലും രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കേറി വാടാ മക്കളെ, സ്റ്റഡി പ്ലാൻ എല്ലാം സെറ്റ് ആണ്. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റഡി പ്ലാൻ നിങ്ങൾ കേട്ടു, ഭംഗിയായി പഠിക്കും എന്ന തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞു. എനിക്കറിയാം ഏറ്റവും നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിച്ച കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയവർക്ക് ലക്ഷ്യത്തിലേക്ക് നേരത്തെ എത്തിച്ചേരാം എന്നതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് Xylem ലേണിംഗ് ആപ്പിന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഒറ്റ വർഷം കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്ഥാപനവും ഉണ്ടാക്കാത്ത അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുത്താണ് Xylem ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആദ്യ വർഷം എൻട്രൻസ് എക്സാമിനേഷന്, നീറ്റ് എക്സാമിനേഷന് 8ാം റാങ്ക് വാങ്ങിയ കുട്ടിയുടെ ചരിത്രം Xylem ലേണിംഗ് ആപ്പിന് നിങ്ങളോട് പറയാനുണ്ട്. ഈ വിജയത്തെ JEE എക്സാമിനേഷനിലും നമുക്ക് ആവർത്തിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. JEE എക്സാമിനേഷനെ കുറിച്ച് മനസ്സിൽ കാണുമ്പോൾ തന്നെ ഇന്ത്യയിൽ അഭിമാന സ്തംഭങ്ങളായ ഓരോ സ്ഥാപനങ്ങളും നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഈ സ്ഥാപനങ്ങൾ നാളെ നിങ്ങൾക്ക് കയറി ചേരാനുള്ള സ്ഥാപനങ്ങളാണ് എന്ന ചിന്ത, എന്ന സ്വപ്നം നിങ്ങളിൽ ഉടലെടുക്കേണ്ടതുണ്ട്. എന്തൊക്കെ പ്രത്യേകതകളാണ് Xylem ലേണിംഗ് ആപ്പിനുള്ളത് എന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് നിങ്ങൾ. ഇന്ത്യയിലെ നമ്പർ 1 ടീച്ചേഴ്സ് ഈ പ്ലാറ്റ്ഫോമിലാണ്. അതിൽ 10-35 വർഷങ്ങളായി എൻട്രൻസ് എക്സാമിന്റെ മാറ്റങ്ങൾ കണ്ട സീനിയർ ടീച്ചേഴ്സ് മുതൽ എനർജറ്റിക് ആയ യങ്സ്റ്റേഴ്സിന്റെ ഒരു വലിയ നിരവധി എത്തുന്ന പ്രതിഭാതരായ ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സ് എല്ലാം ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും നിങ്ങളിലേക്ക് വരികയാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ അവർ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുത്തി തരും. ലൈവ് ഇന്ററാക്ഷനുകളിലൂടെ നിങ്ങളുടെ മുഴുവൻ ഡൗട്ടുകളും അവർ ക്ലാരിഫൈ ചെയ്യും. നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ അപ്പോൾ ക്ലിയർ ചെയ്യാവുന്ന ഡിസ്കഷൻ പ്ലാറ്റ്ഫോം, ഡിസ്കഷൻ ബോർഡ് Xylem ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്കറിയാം. ഇതൊന്നും കൂടാതെ നിങ്ങളെയും Xylem ലേണിംഗ് ആപ്പിനെയും ചേർത്ത് നിർത്തുന്ന ഓൾവേസ് Xylem ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വരുത്തി തരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മെന്റേഴ്സ്, മെന്റർഷിപ്പ് Xylem ലേണിംഗ് ആപ്പിന് എടുത്തു പറയാവുന്ന മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ പറയാനുള്ളത് ഹാൻഡ് റിട്ടൺ നോട്ടുകളെ കുറിച്ചാണ്. എല്ലാ കോൺസെപ്റ്റുകളെയും ഹാൻഡ് റിട്ടൺ നോട്ടുകളാക്കി നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്ന രൂപത്തിൽ ക്യാപ്സ്യൂൾ നോട്ടുകളാക്കി നിങ്ങളിലേക്ക് തരികയാണ്. ഈ സ്പെഷ്യാലിറ്റികളെല്ലാം ഈ അക്കാദമിക് ഇയറിൽ നിങ്ങൾക്കുണ്ട്. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളെല്ലാം ഓൾ ഇന്ത്യ പരീക്ഷകളാണ്. നിങ്ങൾക്കൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതാൻ പോകുന്നത് അടുത്ത എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങളോട് കോമ്പറ്റ് ചെയ്യേണ്ട വലിയ മാസാണ്. സോ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നിങ്ങളും അവരും പരീക്ഷ എഴുതുന്നു എന്ന പ്രത്യേകത നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷനുകൾക്കുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണം Xylem ലേണിംഗ് ആപ്പിനകത്തേക്ക് നിങ്ങൾ കയറി വരാൻ. മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത് ആഡ് ഓൺ പ്രോഗ്രാമുകളെ കുറിച്ചാണ്. ആഡ് ഓണുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയട്ടെ, 100% ഫ്രീ ആയാണ് ഈ ആഡ് ഓണുകൾ എല്ലാം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ Xylemത്തിന്റെ ക്ലാസ് 12 CBSE കയറി വരികയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ബോർഡ് എക്സാമിന്റെ കോൺസെപ്റ്റുകൾ മുഴുവൻ ഉൾപ്പെടുന്ന ബോർഡ് എക്സാം ക്ലാസുകൾ ഫ്രീ ആയി Xylem ലേണിംഗ് ആപ്പ് തരും. 2023 എൻട്രൻസ് എക്സാമിനേഷന് തൊട്ടു മുമ്പേ Xylem ലേണിംഗ് ആപ്പ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളെല്ലാം, അത് ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ആവട്ടെ, Xylem പ്രീമിയർ ലീഗ് എന്ന പേരിൽ അവതരിപ്പിച്ചു പോരാറുള്ള, XPL എന്ന പേരിൽ അവതരിപ്പിച്ചു പോരാറുള്ള ക്രാഷ് കോഴ്സ് ആവട്ടെ, അത് എൻ ഗെയിം എൻട്രൻസ് എക്സാമിന് തൊട്ടു മുമ്പേ ഉള്ള എൻ ഗെയിം ആവട്ടെ, ഈ പ്രോഗ്രാം ഒക്കെ ആഡ് ഓൺ പ്രോഗ്രാമായി ഫ്രീ ആയി നിങ്ങൾക്ക് തരും എന്ന പ്രത്യേകതയൊക്കെ ഈ പ്രോഗ്രാമിലുണ്ട്. ഇനി പറയാനുള്ളത് ഇതിന്റെ ഫീസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, വലിയ ഫെസിലിറ്റികൾ, വലിയ ഫീച്ചറുകൾ എല്ലാം അവതരിപ്പിക്കുന്ന ഒരു 1 ഇയർ പ്രോഗ്രാമാണ്. സോ 70,000 രൂപയാണ് ഫീസ്. പക്ഷേ ആദ്യത്തെ അക്കാഡമിക് ഇയർ Xylem ലേണിംഗ് ആപ്പ് കടക്കുകയാണ്. Xylem ലേണിംഗ് ആപ്പിന്റെ ആദ്യ വാർഷികം നിങ്ങൾ കൊണ്ടാടുകയാണ്. അഭിമാനത്തിന്റെ ആദ്യ വർഷം എന്ന് തലക്കെട്ടിട്ട് ഈ വാർഷികം കൊണ്ടാടുമ്പോൾ നിങ്ങൾക്ക് ആ വാർഷികത്തിന്റെ ഗുണം കിട്ടേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഒരു ഓഫർ Xylem ലേണിംഗ് ആപ്പ് വെക്കുകയാണ്. 70,000 രൂപ നല്ല ഈ കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നത് 50% ഓഫോട് കൂടെ 35,000-നാണ് ഈ കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. EMI സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഘട്ടം ഘട്ടമായി ഫീ പേയ്മെന്റിനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എളുപ്പം ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരിക. 11th വേസ്റ്റ് ആക്കി കളഞ്ഞു എന്ന ചിന്ത ഇനി വേണ്ടതില്ല. 12th നമ്മൾ 12th ഉം 11th ഉം ഒന്നിച്ച് പഠിക്കാൻ പോവുകയാണ്. 2023 എൻട്രൻസ് എക്സാമിനേഷൻ, അത് നീറ്റ് ആവട്ടെ JEE ആവട്ടെ, നമ്മൾ ഗംഭീരമായി പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. എളുപ്പം ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരിക. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാം, 6009 100 300. താങ്ക് യു.